ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആയിരുന്നു RPF കോൺസ്റ്റബിൾ 2024-25. റെയിൽവേയുടെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, അതായത് റെയിൽവേ പോലീസ് കോൺസ്റ്റബിളിന്റെ പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ ഒന്നും വന്നിട്ടില്ലായിരുന്നു. SI ഓൾറെഡി കണ്ടക്ട് ചെയ്തു, പക്ഷേ ഇനി കോൺസ്റ്റബിൾ എന്നാണ് നടത്തുന്നത് എന്നുള്ളൊരു സംശയമാണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതിനൊരു ഹോപ്പ് എന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്ന് കാണിക്കുന്ന ഒരു നോട്ടീസ് അവരിപ്പോൾ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. എന്തായാലും ഫെബ്രുവരിയിൽ SSC GD നടക്കുന്നത് കൊണ്ട് തന്നെ മാർച്ച് ഏപ്രിൽ എന്ന് പറഞ്ഞൊരു ടൈമിലേക്ക് RPF കോൺസ്റ്റബിൾ നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് അവരിപ്പോൾ തന്നെ RPF കോൺസ്റ്റബിളിൻ്റെ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് റിലീസ് ചെയ്തെന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോളുക. എന്തായാലും നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനുള്ള ആവേശം തിരിച്ചു കൊണ്ടുവരിക, നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ rrbapply.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ആവുക കേട്ടോ. rrbapply.gov.in എന്ന് പറഞ്ഞാൽ ഗൂഗിളിലോ ക്രോമിലോ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റ് ഇതിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പം നിങ്ങളുടെ വെബ്സൈറ്റ് പേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലോഡായി വരും കേട്ടോ. ഈ ഒരു പേജ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ റെയിൽവേയുടെ തന്നെ വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൽ കയറിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത് രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണല്ലോ, പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതല്ല. ഓൾറെഡി നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം വരും. അപ്പം ഞാനിതിന് കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, റെയിൽവേയുടെ തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനോട് റോബോട്ടോ എന്നൊക്കെ പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ചെക്ക് ബോക്സ് ഒക്കെ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് വരും, നിങ്ങളുടെ പ്രൊഫൈൽ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. പാസ്വേഡ് മറന്നുപോയെങ്കിൽ ഫോർഗട്ട് പാസ്വേഡ് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഫോർഗട്ട് പാസ്വേഡ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ നമ്പറിലേക്ക് എന്ത് വരും, പാസ്വേഡിൻ്റെ ഒരു കോഡ് അല്ലെങ്കിൽ ഇമെയിലിലേക്ക് കോഡ് വരും. അതിൽ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് കയറിയാൽ മതി. അപ്പോൾ കയറുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് വരുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം എനിക്കിതിൽ ലോഗിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ നമ്പറൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ വരുന്നത് ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ അടുത്ത പേജാണ് കേട്ടോ. അടുത്ത പേജ് വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ്ലി വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, ഒരു ജനറേറ്റ് OTP എന്ന് പറയുന്ന, നമ്മൾ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിരുന്നു ആധാർ വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് ഒരു ആധാർ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ചോദിക്കും. അതായത് നിങ്ങൾ ഏത് നമ്പർ വെച്ചാണോ നിങ്ങൾ ആധാർ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്, ഈ നമ്പറിലാണോ ഈ ആധാർ വെരിഫൈ ചെയ്യേണ്ടത്, ആ നമ്പറിലേക്കായിരിക്കും കോഡ് പോകുന്നത്. അപ്പോൾ ഇവിടെ ആധാർ വെരിഫിക്കേഷൻ കോഡ് ജനറേറ്റ് കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും കേട്ടോ. ജനറേറ്റ് കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുമ്പോൾ അതിൽ ജനറേറ്റ് കോഡ് കൊടുക്കുമ്പോൾ ഒരു പിന്ന് വരണമല്ലോ. അതുകൊണ്ട് ആ നമ്പർ അവിടെ എഴുതി കാണിക്കും. ലാസ്റ്റ് ഇത്ര നമ്പർ അതിൽ എഴുതി കാണിക്കും, സ്റ്റാർ ഇട്ടിട്ട് ലാസ്റ്റത്തെ 4 നമ്പർ എഴുതി കാണിക്കുമ്പോൾ ആ നമ്പറുള്ള ഫോൺ ഏതാണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആ നമ്പറിലായിരിക്കും OTP പോകുന്നത്. ആ OTP ജനറേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പൺ ആക്കി വരത്തുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ ആ പിന്ന് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത്. ഈ ഒരു പേജിൽ ജനറൽ ഇൻസ്ട്രക്ഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി കാണും. ഓക്കെ. അപ്പോൾ നിങ്ങൾ കോഡ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് നമ്പറാണോ ആധാർ വെരിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് കോഡ് പോയി ആ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കയറുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഈ പേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഹിസ്റ്ററി നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്ത് ക്ലിക്ക് ചെയ്യണം, നിങ്ങൾ ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയാണ് ക്ലിക്ക് ചെയ്യാനുള്ളത്. ഓക്കെ. അപ്പോൾ ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് കാര്യം മനസ്സിലാക്കിക്കോളുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ഒരു പേജാണ് നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ. നിങ്ങൾ കേട്ടോ, ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിലാണ് ആ പോയിന്റ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ എന്ത് വരും, നിങ്ങളുടെ ആപ്ലിക്കേഷൻസ്, നിങ്ങൾ റെയിൽവേയിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഇതുവരെ കൊടുത്തിട്ടുണ്ടോ ആ ആപ്ലിക്കേഷൻസ് ഒക്കെ വരും. ആ ആപ്ലിക്കേഷൻസ് ഇതാ ഇവിടെ കിടക്കുന്നുണ്ടോ, നോൺ ടെക്നിക്കൽ, നമ്മുടെ NTPCയുടെ ഗ്രാജുവേറ്റ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, NTPCയുടെ എന്ത് കൊടുത്തിട്ടുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് റിവീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതെന്ന് കാര്യം. പക്ഷെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പേയ്മെൻ്റ് ഒക്കെ എന്താണ്, സക്സസ് ആണ്, നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ റിവീൽഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, റിക്രൂട്ട്മെന്റ് ഓഫ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഇൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് 10ാം ക്ലാസ് യോഗ്യതയിലുള്ള കോൺസ്റ്റബിൾ എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ എഴുതി കാണിക്കും. അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്നുള്ളൊരു കാര്യം. ഇതാണ് നമുക്കിപ്പോൾ എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. SI ഓൾറെഡി വിളിച്ചതാണ്, എക്സാമും കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഓൾറെഡി അത് അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വന്നിട്ടുള്ള എന്താണ്, കോൺസ്റ്റബിൾ ആണ്. അപ്പോൾ ഇനി വഴിയെ വരുന്ന ഓരോരോ എക്സാമിനേഷനാണ്
NTPC ഇനി ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും കോൺസ്റ്റബിളിൽ നിന്ന് അവർ തുടങ്ങിയിട്ടുണ്ട്. റെയിൽവേ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ഇട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് പ്രൊവിഷണലി അക്സെപ്റ്റഡ് ആണോ എന്നുള്ളൊരു ചെക്ക് ചെയ്യാനുള്ള സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കിക്കോളാം. ചിലർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, റിജക്റ്റ് ആവാം. പക്ഷെ എല്ലാവർക്കും അക്സെപ്റ്റഡ് തന്നെ ആയിക്കോട്ടെ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിക്കോളാം, ഇത് അക്സെപ്റ്റഡ് ആവും. എന്തെങ്കിലും മിസ്റ്റേക്സ് വരുമ്പോൾ അത് റിജക്റ്റ് ആവുന്നത്. പക്ഷെ എല്ലാവർക്കും അക്സെപ്റ്റഡ് ആയിരിക്കും ഏറ്റവും മാക്സിമം. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക. ഉടനെ തന്നെ എക്സാം കാണുമെന്നുള്ളൊരു സൂചനയാണിത്. അവർ ഇത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചു എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് നോക്കുക. നന്നായിട്ട് പഠിക്കുക. നല്ല പ്രിപ്പറേഷൻസ് ഒക്കെ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്